ഹലോ ഫ്രണ്ട്സ്, ഞാൻ ലാസ്റ്റ് ടൈം ഒരു ഷോർട്സ് ഇട്ടപ്പോൾ എൻ്റെ ലോട്ടസ് ഫ്ലവറിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഷോർട്സ് ഇട്ടപ്പോൾ കുറേ പേരെന്നോട് ഇതിൻ്റെ പോട്ടിങ് എങ്ങനെയാണെന്നൊന്നൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ കരുതി 2 months ബാക്ക് ഞാനൊരു വാട്ടർ ലില്ലിയുടെ പോട്ടിങ് ചെയ്തിരുന്നു, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ആദ്യം ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ പോണ്ട് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ചെറിയൊരു വാട്ടർ ലില്ലിയുടെ പ്ലാന്റ് ഉണ്ടായിരുന്നു, കുറച്ച് പഴയ പ്ലാന്റ് ആയിരുന്നു, കുറേ നാളായി അത് പൂവിട്ടിട്ട്. അപ്പോൾ അത് നടാമെന്ന് കരുതി. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ചെറിയുള്ള ഈ പോണ്ടിലേക്ക് അടി മണ്ണൽ സാധാ മണ്ണ് ഇട്ട് കൊടുത്തു. ഒരു ലെയർ മണ്ണ് നല്ല തിക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ ഫസ്റ്റത്തെ ലെയർ നമുക്ക് മണ്ണിട്ട് കൊടുക്കണം. ഞാൻ നമ്മുടെ സാധാ വീട്ടിലുള്ള മണ്ണ് തന്നെ ഇട്ട് കൊടുത്തത്, അത്യാവശ്യം വെള്ളമൊക്കെയുള്ള മണ്ണാണ്. അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തത് എല്ലുപൊടിയാണ്. എല്ലുപൊടി അത്യാവശ്യം ഒരു ലെയർ എല്ലുപൊടി ഇട്ട് കൊടുത്തു. അത്യാവശ്യം നല്ലോണം തന്നെ ഇട്ട് കൊടുത്തിരുന്നു. എല്ലുപൊടി ഞാൻ എൻ്റെ ലോട്ടസ് പ്ലാന്റിന് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ എല്ലുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ പ്ലാന്റിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടും. അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ നല്ല ഒരു ഗ്രോത്തിന്, പ്ലാന്റിൻ്റെ റൂട്ടിനും അതുപോലെ തന്നെ ലീഫ് ഗ്രോത്തിനും ഈ എല്ലുപൊടി നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എല്ലുപൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇട്ട് കൊടുത്തത് ഡാപ്പാണ്, അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ പ്ലാന്റിൻ്റെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിട്ട് കൊടുത്താൽ നമുക്ക് എല്ലാ പ്ലാന്റ്സിനും ഫ്ലവറിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം. നമ്മുടെ ചട്ടിയിൽ നട്ടിട്ടുള്ള ഇപ്പോൾ ബോഗൻവില്ലയ്ക്കോ അങ്ങനെ ഫ്ലവറിങ് ചെയ്യണ എല്ലാ പ്ലാന്റ്സിനും ഇത് ഇട്ട് കൊടുത്താൽ നല്ല പോലെ പൂക്കൾ ഉണ്ടാവും. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു ലെയർ മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഒരു തിൻ ലെയറായിട്ടാണ് പിന്നെ ഇട്ട് കൊടുത്ത മണ്ണ് ഇട്ടത്. മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ള മണ്ണാണ് ഞാൻ എടുത്തത്. അത്യാവശ്യം വളക്കൂറുള്ള മണ്ണാണ്. പിന്നെ അതിൽ ഉള്ള കല്ലുകളും വലിയ വലിയ കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും അതൊക്കെ ഞാൻ എടുത്ത് കൈകൊണ്ട് തന്നെ എടുത്ത് മാറ്റിയിരുന്നു. അങ്ങനത്തെ ഒരു മണ്ണാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതൊരു ചെളിപ്പരിവാവാൻ വേണ്ടിയിട്ട് മുകളിൽ കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. കുറേ വെള്ളമല്ല, കുറച്ച് വെള്ളം ഒഴിച്ച് ആ മണ്ണിനെ ഒന്ന് നനയാൻ പാകത്തിനാക്കി. നമ്മൾ ഈ ഗാർഡൻ ഹോസൊക്കെ വെച്ച് ശക്തമായിട്ട് ഒഴിക്കുന്നതിലും ബെറ്റർ ഇങ്ങനെ ഒരു കപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി മണ്ണിട്ട ലെവലിലേക്ക് വരും എന്ന് കരുതി അങ്ങനെ ഒരു ലെയർ മണ്ണും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ എൻ്റെ ഉണ്ടായിരുന്ന ഈ പ്ലാന്റ്, ആമ്പലിൻ്റെ ഈ ചെറിയ പ്ലാന്റ്, ഇത് പണ്ട് ഒരു വലിയ അമ്പലുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ചെറിയ ട്യൂബർ എടുത്ത് മാറ്റി നട്ട് ഉണ്ടായതാണിത്. ഇത് കുറേ കാലമായി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അധികം പൂക്കളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അതിനെ മാറ്റി നടണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു, പക്ഷേ നടന്നിട്ടുണ്ടായില്ല. അങ്ങനെ ഈ പ്ലാന്റിനെ ഞാൻ ആ ചട്ടിയിൽ നിന്ന് പതുക്കെ മണ്ണിളക്കി വേര് പൊട്ടാതെ അതിനെ ഇളക്കിയെടുത്തു. ഈ വാട്ടർ ലില്ലിയുടെ പ്ലാന്റ് അങ്ങനെ റണ്ണർ ടൈപ്പ് അല്ല, ഇതിൽ മോസ്റ്റ്ലി ഒരു ട്യൂബറാണ് ഉണ്ടാവുക. ആ ട്യൂബറിൽ നിന്ന് ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കും. മറ്റേ ലോട്ടസിനാണ് അങ്ങനെ ഇങ്ങനെ റണ്ണർ ടൈപ്പ് ആയിട്ടുള്ള ഒരു റൂട്ട് സിസ്റ്റം ഉള്ളത്. അപ്പം ഇത് നമ്മൾ സൂക്ഷിച്ചിട്ട് ആ വേര് പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഇളക്കി എടുക്കണം. ഇങ്ങനെ നമുക്ക് പിന്നീട് നടുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇടയിൽ കുറേ ട്യൂബറുകൾ വരും. അത് നമുക്ക് മാറ്റി നട്ടാൽ ഇതിൽ നിന്ന് നമുക്ക് തൈകൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു തൈയാണ് ഇത്. ഇത് കുറച്ച് സമയമെടുത്ത് പതുക്കെ ചെയ്യണതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ വേര് പൊട്ടിയാൽ അത് പ്ലാന്റിനെ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പം ഞാനും കുറച്ച് സമയമൊക്കെ എടുത്ത് പതുക്കെയാണിത് ഇളക്കിയെടുത്തത്. ഞാൻ വിചാരിച്ചു ഇത്ര അങ്ങോട്ട് ആഴത്തിലേക്ക് റൂട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത്യാവശ്യം നല്ലൊരു റൂട്ട് സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു. ആഴത്തിലേക്ക് തന്നെ നല്ല നീണ്ട വേരുകൾ ഉണ്ടായി, അതിൽ ആ ട്യൂബറുകളും കാണാം. അങ്ങനെ സംഭവം സക്സസ്ഫുള്ളി എടുത്തു. പിന്നെ അതിന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഈ
ഒക്കെ നടുമ്പോൾ സൈഡിൽ നടണതാണ് നല്ലത്. ഈ വാട്ടർ ലില്ലി നടുമ്പോൾ സെൻറ്ററിൽ നടണതാണ് നല്ലത്. കാരണം അത് സൈഡിലേക്ക് സ്പ്രെഡ് ആയിക്കോളും. പിന്നെ നമ്മൾ പതുക്കെ നമ്മുടെ ഗാർഡൻ ഹോസ് വെച്ച് തന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. വേണമെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ആ മണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മേലിൽ കൂടെ പൈപ്പ് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അധികം കലങ്ങില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിപ്പോൾ ഞാനൊരു മാർച്ചിലാണ് നട്ടത്. ഒരു 2 months അത് ഒരു ഫ്ലവർ തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത് കുറേ നാളുകളായിട്ട് ഈ ചെറിയ ചട്ടിയിലിരുന്ന് ഒരു പൂ പോലും തന്നിട്ടുണ്ടായില്ല. ഇത് ഇങ്ങനെ പോട്ട് ചെയ്തപ്പോൾ വിത്തിൻ 2 months ഇല്ല, ഒരു 1.5 months നല്ല അടിപൊളി ഒരു പൂ എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ലീവ്സും നല്ല ഹെൽത്തി ആയിട്ട് കുറേ ഇലകൾ വന്നിരുന്നു. ഇതിലിപ്പോൾ കാണുന്നതിൽ കൂടുതൽ ഇലകൾ ആദ്യം വന്നിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഒരു മുട്ട് വന്ന് നല്ലൊരു പൂ വന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്ലവറിങ് കിട്ടാൻ ഈ രീതിയിലൊന്ന് പോട്ടിങ് ചെയ്ത് നോക്കണേ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.